എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് തിങ് പുതിയ ടി ഡി എം അല്ല, പഴയ ടി ഡി എം തന്നെ നമ്മൾ ലൊക്കേഷൻ സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. യെസ്, കാണാൻ പറ്റുമായിരിക്കും. ലൊക്കേഷൻ മാറ്റി തിരിച്ച് ഈ ഒരു ലൊക്കേഷനോട്ട് മാറ്റിയിട്ടുണ്ട്. കറന്റ് 2 മാപ്പുകളാണ് ടി ഡി എമ്മിൽ ഇട്ടേക്കുന്നത്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? അല്ല, നമുക്ക് സിറ്റി പോയി അത് കാണിക്കട്ടെ. ഏതാ? അതെ അതെ അതെ, ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇത് മെയിൻ സിറ്റി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് 50 സ്ലോട്ടിൻ്റെയും ഒന്ന് 25 സ്ലോട്ട്, 2 മാപ്പായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് എന്തിനാണ് മാറ്റിയെന്നുള്ള കാര്യം ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് എന്തിനാണ് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലീഡർ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലീഡർ ബോർഡ് പ്രകാരം, അതായത് ഏറ്റവും ഇതിൽ ഈ ലീഡർ ബോർഡ് പ്രകാരം ടോപ്പ് 3 1, 2, 3 ഈ 3 സ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക്, ഓക്കെ, ടോപ്പ് കിൽസിൽ ഈ 3 സ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് ഈ മന്ത്, അതായത് 1 മന്ത് നമ്മൾ മോണിറ്റർ ചെയ്യും. അതായത് 8 തൊട്ട് 7 വരെ. അതിൽ ഈ ടോപ്പ് 3ൽ നമ്മൾ ഇവിടെ നമ്മുടെ പരുന്തുവാസു സ്പോൺസർ ചെയ്യുന്ന 15K എന്ന് പറയുന്ന ഒരു പ്രൈസ് മണി ഉണ്ടായിരിക്കും. എന്തിനെന്നോ? ടോപ്പ് കില്ലിന് ടി ഡി എമ്മിൽ. ടി ഡി എമ്മിൽ 1, 2, 3 പൊസിഷൻ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ഫസ്റ്റ് വരുന്ന ആൾക്ക് 8K ആയിരിക്കും ഉണ്ടായിരിക്കാൻ പോകുന്നത്. സെക്കൻഡ് വരുന്ന ആൾക്ക് 5K, തേർഡ് വരുന്ന ആൾക്ക് 2K, 2 or 3 ഡിപ്പെൻസ്. അങ്ങനെ ആയിരിക്കും ഇതിൽ പ്രൈസ് വരാൻ പോകുന്നത്. 1 മാസമാണ് ടി ഡി എമ്മിൽ കില്ല് ഗ്രൈൻഡ് ചെയ്യാനുള്ള സമയം. ആ എൻഡ് ഓഫ് 1 മന്ത് ആരാണോ ടോപ്പ് 3 നിൽക്കുന്നത്, ആ ടോപ്പ് 3 നിൽക്കുന്നവർക്കായിരിക്കും ഈ പ്രൈസ് മണി ഉണ്ടാകാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് അപ്ഡേറ്റ്. ഇതിൽ 2 മാപ്പാണ് ഉള്ളത്. ഇത് നോക്കണ്ട, ഇത് ഞാൻ മറ്റേ മെയിൻ സെർവറിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇത് പറ്റി, ഇതിൽ ഞാൻ ഇനി ഏതാ അങ്ങോട്ട് 4 പേര് ഇവിടെ 4 പേര് അപ്പുറത്ത് അടിക്കുന്നില്ലേ? ടി ഡി എം അത് നമ്മുടെ പി പി സെർവറിൽ വരും. ആണല്ലേ? ഓക്കെ, സെറ്റ് പി പി സെർവറിലെ വരും. ഡ്രാഗ് ചെയ്യട്ടെ ഞാൻ. ഏതാണ്? റീസെറ്റായി മെയിനിലെല്ലാം റീസെറ്റായി, മനസ്സിലായോ? ഗലീലി ഒബ്സർവേറ്ററി ആണ് ഇട്ടേക്കുന്നത്. ഇതിൽ 25 പേർക്ക് കളിക്കാം ഈ മാപ്പ്. അതേപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ ഈ കില്ല് എന്താ പറയുക, ചാവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഉടായ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ക്വിറ്റ് DM കമാൻഡ് ഇട്ട് വെക്കാറുണ്ടായിരുന്നു. കുഴപ്പമില്ല, കമാൻഡ് ഇട്ടുന്നവർക്ക് ഇപ്പോഴും കമാൻഡൊക്കെ വർക്കാവും. പക്ഷേ ഇതേപോലെ ഒരു ചെറിയൊരു മിനി ഗെയിമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി സാർ. അതുകൊണ്ട് ആ മിനി ഗെയിം അടിച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ആ സമയത്ത് വെടികൊണ്ട് ചാവാം, എന്ത് വേണേലും സംഭവിക്കാം. അതേപോലെ 2 മാപ്പാക്കി ചുരുക്കിയത് വേറൊന്നിനും അല്ല. ചിലപ്പം ഇവർ കയറിയിട്ട് ഇത് മാപ്പിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് 2 പേരുടെ മറ്റേയാളെ കൊല്ലിപ്പിച്ച് കില്ല് ഉടായ്പ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അതും നമ്മൾ റിവോക്ക് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് ഭയങ്കര മുട്ട മാപ്പാണ് കേട്ടോ. എയർപോർട്ട് മുട്ട മാപ്പാ. അത് 50 പേരാ കളിക്കുന്നേ. 50 പേർക്ക്. അത് 50 അല്ല ആക്ച്വലി, അത് നല്ല വലുതാക്കിയിട്ടേക്കുന്നേ. അതിന്റെ കപ്പാസിറ്റി പൊടിക്ക് കുറച്ച് സ്പോൺ ലൊക്കേഷൻ തൊട്ട് ഞാൻ എല്ലാം മാറ്റേണ്ടി വരും. നീക്ക് സോൺ ഔട്ടിൽ പോയി സ്പോൺ ആവും. 50 ലൊക്കേഷൻ എടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത്. ചില്ലറ ലൊക്കേഷൻ ഒന്നല്ല, ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് നോക്കേണ്ടി വരും. എന്തുവാടാ? പൊടിക്ക് സൗണ്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്തുവാ? സ്ക്രീൻ നോക്കിയാൽ ആരെല്ലാം അടിച്ചില്ല കേട്ടോ. ഡിസ്റ്റൻസ് കണ്ടാ എവിടെ? അതൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് വന്നേ. എടാ ഇത് ശരിക്കും ഇതിൽ 70 പേരുടെ കപ്പാസിറ്റിയാണ് ഞങ്ങൾ ഇട്ടത്. 70, മനസ്സിലായോ? പിടികിട്ടിയോ? അത് മനസ്സിലായി. പക്ഷേ ഒരുപാട് കൂടുതലെന്നാ പറയുന്നത്. ഭയങ്കര സൈസാ. എടാ അതായത് ഫൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലാഗ് വരരുത്, ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾ അടുത്തടുത്ത് ഫൈറ്റ് എടുക്കും. ഇത് കൊല്ലടാ അവനെ എന്ന്. ഇത് നല്ലൊരു പരിപാടിയാണ്. ഈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കുന്നതിനൊക്കെ എന്ത് ഇത്ര കേറാത്ത എന്താ? ഒരു വട്ടം ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂൾ ഡൗൺ ഉണ്ട് കേട്ടോ. മനസ്സിലായോ? അല്ല, ഒരു വട്ടം ഇറങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂൾ ഡൗൺ ഉണ്ട്. അത് ഒബ്സർവേറ്റർ ഫുൾ ആയി കഴിഞ്ഞാൽ ഇതിൽ കയറിട്ടല്ലേ കാര്യമുള്ളൂ. ഒബ്സർവേറ്ററിൽ കയറുമ്പോഴാണ് എല്ലാവരും കളിച്ചു പരിചയമുള്ളത്.
ഒബ്സർവേറ്ററിയുടെ സ്ലോട്ട് ഞാൻ കുറയ്ക്കാം 15 ആക്കാം. ആ എന്നിട്ട് മറ്റേ 70 ആക്കി കൂട്ടാം. 70 ആക്കാം. എന്താ പറയുന്നത്? ഒബ്സർവേറ്ററിയോ? അത് 25 കൂടുതലാണോ? 25 പണ്ടത്തെ അവിടെയൊക്കെ 25 ഉണ്ടായിരുന്നു. അത് ഒരു അപ്ഡേറ്റ്. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അന്ന് ടർഫിൻ്റെ സമയത്ത് ചുമ്മാതെ ചിന്തിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത് നല്ല നല്ലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരുന്നൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ലയൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എലൈറ്റ് ഗ്യാങ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് സിറ്റിയിലുള്ള 30 ഗ്യാങ്ങുകളെ വെച്ചുകൊണ്ട് നമ്മൾ മറ്റേ PUBG പോലെ നമ്മൾ നടത്തിയൊരു ഇവൻ്റ് നടത്തും. അതിൽ 5 മാച്ചസ് ഉണ്ടാവും. 5 മാച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 6 മാച്ച് ആക്കാം, ഒരു ദിവസം 3 മാച്ച് വെച്ചിട്ട് മൊത്തം 2 ദിവസമായിട്ട് 6 മാച്ച്. എൻഡ് ഓഫ് 6 മാച്ചിന് ശേഷം, അല്ലെങ്കിൽ ആദ്യമേ 2 ഗ്രൂപ്പ് അടിച്ച് ഒരു ഗ്രൂപ്പാക്കി കുറച്ച് പിന്നെ അത് 5 മാച്ചോ 6 മാച്ചോ ആക്കേണ്ടി വരും. നമുക്കത് നോക്കാം. അതൊരു പോയിന്റ് ടേബിൾ പോലെ ആക്കിയിട്ട് അതിൽ ടോപ്പ് 3, ആ ടൂർണമെൻറ്റിൽ ടോപ്പ് 3 വരുന്ന 3 ഗ്യാങ് ആയിരിക്കും നമ്മുടെ സിറ്റിയിലെ ആദ്യത്തെ 3 എലൈറ്റ് ഗ്യാങ്സ് അല്ലെങ്കിൽ ലയൺസ്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പോൾ ഈ 3 ഗ്യാങ്ങുകൾക്ക് അവർ എലൈറ്റ് ഗ്യാങ് ആയതുകൊണ്ട് തന്നെ സിറ്റി, ഈ റോക്സ്വുഡ് എന്ന് പറയുന്ന ഒരു ഏരിയ, ആ ഒരു ഐലൻഡ് ഈ 3 ഗ്യാങ്ങുകളുടെ കൺട്രോളിലായിരിക്കും. സോ അവിടെ വാറ് കളിക്കാനും പ്രീ വാറ് കളിക്കാനും വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ഗ്യാങ്സുകളും 5 CR വെച്ച് വീക്കിലി എലൈറ്റ് ഗ്യാങ്സിന് കൊടുക്കണം. മനസ്സിലായോ? 5 CR വെച്ച് വീക്കിലി എലൈറ്റ് ഗ്യാങ്സിന് കൊടുക്കണം. ഈ 5 CR കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റോക്സ്വുഡിൽ കയറാനോ അല്ലെങ്കിൽ അവിടെ വാറോ പ്രീ വാറോ കളിക്കാനുള്ള പെർമിഷൻസ് ഉണ്ടാകത്തുള്ളൂ. ഇത് കൊടുക്കാത്ത പക്ഷം അവർ വാറോ പ്രീ വാറോ റോക്സ്വുഡിൽ വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എലൈറ്റ് ഗ്യാങ്സിന് പോയിട്ട് അത് ഇൻ്റർഫിയർ ചെയ്യാനുള്ള എന്താ പറയുക, റൈറ്റ്സ് അവർക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഗ്യാങ്ങുകൾ വിഷമിക്കേണ്ട. ഈ എലൈറ്റ് ഗ്യാങ്ങുകളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മാസമാണ്. എൻഡ് ഓഫ് എവറി മന്ത് ഈ ടൂർണമെൻറ്റ് വീണ്ടും നടക്കും. ബട്ട് ഇത് 2ാം മാസം ഈ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് എലൈറ്റ് ഗ്യാങ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അതിൽ ബാക്കിയുള്ള ഗ്യാങ്ങുകളായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ടോപ്പ് 3 വരുന്ന ഗ്യാങ്ങുകൾക്ക് എലൈറ്റ് ഗ്യാങ്ങുകളെ ചലഞ്ച് ചെയ്യാം. അവരുടെ എലൈറ്റ് ഗ്യാങ്ങിൻ്റെ പൊസിഷന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാം. സോ ഈ ഒരു സിനാരിയോ മാത്രം ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ നിൽക്കുവാണ്. അത് എലൈറ്റ് ഗ്യാങ്സിനെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കളിപ്പിക്കണോ, അല്ലെങ്കിൽ ആ എലൈറ്റ് ഗ്യാങ് ആയതിൻ്റെ പേരിൽ അവർക്ക് ആ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ കൊടുത്തിട്ട് വീണ്ടും ടോപ്പ് 3 വരുന്ന 3 ഗ്യാങ്ങുകൾ എടുത്തിട്ട് ചലഞ്ച് ചെയ്യാൻ കൊടുക്കണോ എന്നൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ക്ലിയറൻസും കൂടെ ഒന്ന് ഇതായാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നത്, അതായത് ഈ ടോപ്പ് 3 നിൽക്കുന്ന ഗ്യാങ് എലൈറ്റ് ഗ്യാങ്ങുകളെ ചലഞ്ച് ചെയ്യാം. വാറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ വാറ് ജയിക്കുന്ന ഗ്യാങ്ങിന് എലൈറ്റ് ഗ്യാങ്, ഇപ്പം രണ്ടാമത്തെ 27, ബാക്കി 27 ഗ്യാങ് ഉള്ളതിൽ ടോപ്പ് 3, 2ാം മാസം ടോപ്പ് 3 വരുന്ന ഒരു ഗ്യാങ് ആണ് ജയിക്കുന്നതെന്ന് കരുതാം വാറ്. എങ്കിൽ പഴയ എലൈറ്റ് ഗ്യാങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഗ്യാങ് ആ ഒരു എലൈറ്റ് ഗ്യാങ് പൊസിഷനിലോട്ട് വരും. മനസ്സിലായോ? ഇതാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്. ഇത് ഉടനെ തന്നെ ഇതിൻ്റെ ടൂർണമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മേ ബി വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഓർ ഇൻ എ ഡേ. ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലോ ഇതിൻ്റെ ഒരു ഫൈനലൈസേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമേ 30 ഗ്യാങ്ങിനെ 3 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റാണ് ചെയ്യാൻ പോകുന്നത്. ആ 30 ഗ്യാങ്ങിനെ 3 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ 3 ഗ്രൂപ്പിൽ ഉള്ളവർക്കും ഓരോരോ മാച്ചസ് അവർക്കുണ്ടായിരിക്കും. ഒരു മാച്ചല്ല, 2 മാച്ചസ് ഉണ്ടായിരിക്കും ഈ 3 ഗ്രൂപ്പിൽ. മൊത്തം 6 മാച്ച്. ഈ 3 ഗ്രൂപ്പിൻ്റെ മാച്ചും കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഇതിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 ടോപ്പ് 4 ഗ്യാങ്ങുകൾ എടുത്തിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് വരും. ആ 12 ഗ്യാങ്ങിൻ്റെ ലിസ്റ്റ് വരും. ആ 12 ഗ്യാങ്ങിൻ്റെ ലിസ്റ്റിൽ നിന്ന് ടോപ്പ് 3 വരുന്നവരായിരിക്കും എലൈറ്റ് ഗ്യാങ് ആയിട്ട് മാറുന്നത്. ബ്രാവോ ഗ്യാങ്.
മോണിറ്ററിങ് എപ്പോഴും നടക്കുന്നുണ്ടോ? ഗ്യാങ്ങിൻ്റെ പോയിന്റ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ക്രൈറ്റീരിയ അപ്പാക്കിയിട്ടില്ല, അത് നമ്മൾ അപ്പാക്കും. ഇപ്പം നമ്മൾ സിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഡിലേ ആക്കിയത്. ഇപ്പം ഇന്നലെയും വരുന്നത് സിറ്റി സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ ഇന്നും അങ്ങനെ എന്താണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് അവരുടെ ഗ്യാങ് മോണിറ്ററിങ് ക്രൈറ്റീരിയ സ്റ്റാർട്ടാകും. വെദർ ദ ഗ്യാങ്ങിന് സസ്പെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആക്ടിവിറ്റി കാണിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലാത്ത പക്ഷം സസ്പെൻഷനാണ്, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഡിസ്മാൻഡിലായി പോകും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. കേട്ടല്ലോ അല്ലേ? സസ്പെൻഷൻ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഫുൾ PvP ഗെയിം. എനി അപ്ഡേറ്റ്സ് ഫോർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ RP? ഓഫ് കോഴ്സ്, നമ്മൾ പുതിയ ജോബുകൾ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിറ്റിസൺസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മേയർ എലക്ഷൻ ഉടനെ വരുന്നുണ്ട്. നമ്മുടെ സിറ്റിയിലെ എക്കണോമി, അതായത് ഗവൺമെൻറ് GOV എന്ന് പറയുന്ന നമ്മുടെ പുതിയ ബാങ്കിങ് കാണിച്ചു തരാം. സോറി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പറ്റി പറയാമല്ലേ. അപ്പം GOV എന്ന് പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. സെറ്റ് ജോബ് GOV 4 അല്ല, 4 ഇല്ല, അപ്പോൾ 3 ആയിരിക്കും. 3 ഇല്ലേ? സെറ്റ് ജോബ് GOV കൊടുക്കാം. എക്സിക്യൂട്ടീവ് മാക്സ് ജോബ് മെസ്സേജ് പ്ലെയർ ഓൾറെഡി ഹാസ് മാക്സിമം ജോബ്സ്. ഓക്കെ, F10 ജോബ് ടാക്സി ഡിപ്പാർട്ട്മെന്റ്